ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്റ്റോറീസ് വിത്ത് അക്ഷയ്. യെസ്, നിങ്ങളെന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. ഫസ്റ്റ് സീസണിന് ശേഷം കുറച്ച് ഡേയ്സ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ആ സങ്കടമൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ സ്വന്തം അക്ഷയ് സ്റ്റോറി ടെല്ലർ തിരിച്ചു വന്നിരിക്കുകയാണ് സ്റ്റോറീസ് വിത്ത് അക്ഷയുടെ സെക്കൻഡ് സീസണുമായിട്ട്. കേരളപ്പിറവൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ച് ഇരുന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വിഷം കൊടുത്തു കൊല്ലലും അന്ധവിശ്വാസങ്ങളൊക്കെ ആണല്ലോ. എന്തായാലും നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി തന്നെയാണ്. കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഈ പ്രണയപ്പക ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറവാണെന്ന് തോന്നുന്നു, അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും വാർത്തകളിലേക്ക് നിറയാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്നുള്ളത്. ഇന്ന് പല മാധ്യമങ്ങളും അന്ധവിശ്വാസം എന്ന് പറയുന്ന പേരിൽ ഇതിനെ വെള്ളപൂശാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു തെറ്റ് ന്യായീകരിക്കാനായിട്ട് പറ്റും. 24 ന്യൂസ് അവതാരകനായിട്ടുള്ള അരുൺകുമാർ എഴുതിയൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. വിഷം ചാലിച്ച് കൂട്ടുകാരനെ കൊന്ന കൊലയാളിയായ ഗ്രീഷ്മയെക്കുറിച്ച് പോലീസ് പറയാണ് ഷീസ് ഫൈൻ, മിടുക്കിയാണ്, റാങ്ക് ഹോൾഡറാണെന്ന്. അതേസമയം കാട്ടിറച്ചി കൈവശം വെച്ചെന്ന് ആരോപിച്ച് കള്ളക്കേസിൽ കൊടുത്തിയ ഇടുക്കി കണ്ണമ്പടി സ്വദേശിയായ സരുൺ സജി എന്ന ആദിവാസി യുവാവിനെ കുറിച്ചിട്ട് ഹീസ് എ ക്രിമിനൽ, കുറ്റവാളിയാണ്, ജയിലിൽ അടയ്ക്കേണ്ടവനാണെന്ന് പറഞ്ഞ പോലീസുകാർ. ഈ സരുൺ PSC റാങ്ക് ഹോൾഡറാണ്. 3 PSC റാങ്കിൽ ഇടം നേടിയ ഭാവി സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയം ഓട്ടോ ഓടിച്ച് ചിലവ് കണ്ടെത്തുന്നവനാണ്. അവൻ മിടുക്കനല്ലെന്നും ഗ്രീഷ്മ മിടുക്കിയാണെന്ന് തോന്നാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അതവൻ്റെ സ്വത്വമാണ്, കരയോഗ്യമില്ലാത്ത സ്വത്വം. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് പറയുന്ന കാര്യം അവർ റാങ്ക് ഹോൾഡറാണ്, മിടുക്കിയാണെന്നൊക്കെ. അതെ, മിടുക്കി ആയതുകൊണ്ടാണല്ലോ ഇത്ര മിടുക്കിയായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെങ്കിൽ ഇല്ലാണ്ടാക്കിയത്. നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇത്തരം കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചിട്ടാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഉയരെ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഗോവിന്ദ്, അതായത് ആസിഫിൽ ചെയ്ത ക്യാരക്ടർ പാർവതി ചെയ്ത പല്ലവി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നേരെ ആസിലൊഴിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അന്ന് ആ ഒരു പീരീഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ ഒരു ആസിൽ ആക്രമണങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അതിനെ ശക്തമായി അവതരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഉയരെ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ്. അവ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ കണ്ടു നരബലി പോലെയുള്ള കുറേ കാര്യങ്ങൾ. അതിൻ്റെ ഒരു വാർത്താ പ്രസക്തി അല്ലെങ്കിൽ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ന്യൂസ് എത്തിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് തൻ്റെ ആദ്യ ഭർത്താവ് മരിക്കും എന്ന ഒറ്റ കാരണം കൊണ്ട് പ്രണയം നടിച്ച് ഗ്രീഷ്മ ഷാരോൺ എന്ന പയ്യനെ ഇല്ലാണ്ടാക്കിയ വാർത്തകൾ. പക്ഷേ വെറും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഈ ഒരു കാര്യം എനിക്കൊരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. അതിന് തീരെ താല്പര്യമില്ല എന്ന് പറയാം. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും സ്നേഹിച്ച, ഇത്രയും കാലം കൂടെ നിന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ക്രൂരമായി ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നത്? തനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ഇതെനിക്ക് സെറ്റാവും തോന്നുന്നില്ല, ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിരിയാം, അങ്ങനെ ഇത്ര മാന്യമായിട്ട് പറയാം. അതിന് പകരമായിട്ട് അവരെ ആസിഡ് ഒഴിക്കുകയോ അല്ലെങ്കിൽ അവരെ ക്രൂരമായി ഇല്ലാണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഇതെവിടുത്തെ പരിപാടിയാണെന്നുള്ളതാണ്. എന്തായാലും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലേക്ക് പലരും എത്തിപ്പെടുന്നതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഇത് ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ടെക്നോളജിയിലെ ബെലിന്ദ പാക്കറും ക്ലേ ഫെർഗൂസനും ചെയ്ത ഒരു റിസർച്ചിൻ്റെ പ്രകാരം പറഞ്ഞൊരു കാര്യമാണ്. അവർ പറയുന്ന വെച്ചിട്ട് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവർ പറയുന്ന വെച്ചിട്ട് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ജലസിയാണ്. ഇനി ഇവർ ഈ ഒരു റിലേഷൻ വിട്ട് കഴിയുമ്പോൾ വേറെ ആളുടെ കൂടെ പോകൂലേ, അവർ നല്ലതായിട്ട് ജീവിക്കുന്നത് കാണണ്ട, അങ്ങനെ അത് നല്ലതായിട്ട് അനുഭവിക്കേണ്ട എന്നുള്ള കുറേ തോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് മെയിൽ ഹോമിസൈഡ്സ് ആണ് മിക്കവാറും ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് റീസണായിട്ട് ഇവർ പറയുന്നത് ഗെയിനാണ്. അവരുടെ എന്തെങ്കിലും ഒരു കാര്യം ലൈക്ക് മണിയോ അല്ലെങ്കിൽ മറ്റ് അസെറ്റ്സൊക്കെ സ്വന്തമാക്കാനായിട്ട് വേണ്ടിയിട്ട് കൊല്ലുന്നത്. ഇത് ചെയ്യുന്നത് ഫീമെയിൽ ഹോമിസൈഡ്സ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് റീസണായിട്ട് പറയുന്നത് ലവ്. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു കെയറൊക്കെ ഇനി ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ അവരെ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കേണ്ടതെന്നായിരിക്കുമല്ലേ. അപ്പോൾ നിങ്ങളൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലാണോ എന്നുള്ള കാര്യം എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള പോയിൻറ്റ്സാണ് ഇനി ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയാണ്. ഒരാൾ നിങ്ങളെ എക്സ്ട്രീമായിട്ട് ഓവർവെൽമിംഗ് ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. അല്ല ഇവനെന്ത് പറ്റിയെന്നുള്ളത് അല്ലെങ്കിൽ ഇവൾക്കെന്ത് പറ്റിയെന്നുള്ളത്. കാരണം നോർമലായിട്ട് ഓക്കെ, ഇത് കുറച്ച് എക്സ്ട്രീമായിട്ടൊക്കെ തോന്നുന്നു കഴിയുമ്പോൾ സീനാണ്. ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ചില കൈൻഡ് ഓഫ് ആൾക്കാർ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, വേറെ ആരെടുത്തോട് സംസാരിച്ചിട്ടോ അവരോട് ടൈം സ്പെൻഡ് ചെയ്തിട്ടോ എന്നല്ല പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഹൈലി പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള തോട്ട്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒരു റീസണാണ്. അതായത് നിങ്ങൾ അൺഹെൽത്തി റിലേഷൻഷിപ്പിലാണെന്നുള്ളതിൻ്റെ ഒരു റീസണാണ് ഇത്.
അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ. അതായത് നിങ്ങളുടെ ഡിസിഷൻസും നിങ്ങൾ ഓരോ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെട്ടിട്ട് അവരുടെ വരുതിയിലാക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ. ലൈക്ക് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇടപെട്ടിട്ട് എന്താ പറയുക, അവരുടെ ഇഷ്ടങ്ങളും അതിലേക്ക് ഇട്ടിട്ട് അവർ പറയുന്ന പോലെ ഇതാക്കും. അതിപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ ഒന്നും റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. ആൻഡ് ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഐസൊലേഷനാണ്. അതായത് നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒന്നും പോകാൻ സമ്മതിക്കാത്ത, നിങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് നിങ്ങൾ ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഒരാളാണോ നിങ്ങളുടെ എന്താ പറയുക പാർട്ട്ണർ എന്നുള്ളത് ചോദിക്കുന്നത്. ആൻഡ് സിക്സ്ത് എന്ന് പറയുന്നത് ബിലിറ്റിലിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് കാണുന്നത്, നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ മോശമാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ വളരെ ചെറുതായി കാണുന്ന ആൾക്കാർ, നിങ്ങൾക്കൊരു റെസ്പെക്റ്റും തരാത്ത എന്താ പറയുക അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിൽറ്റിംഗ് ആണ്. അതായത് അവരെ ഹാപ്പി ആക്കി വെക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണെന്നും അവരെന്ത് ചെയ്താലും അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും മാത്രം പറയുന്ന ഒരു ചില കൈൻഡ് ഓഫ് ആൾക്കാർ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോൾട്ടിലിറ്റി ആണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പെട്ടെന്ന് അവർക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻസും അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു പിടിതരാത്ത ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ, അതായത് നിങ്ങൾ പേടിപ്പിക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവങ്ങൾ, അതായത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇവരുടെ ആക്ഷൻസ് എന്നുള്ളത്. ആൻഡ് ഡിഫ്ലക്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി, അതായത് അവർ ചെയ്യുന്ന അൺഹെൽത്തിയായ കാര്യങ്ങൾക്കൊക്കെ വീണ്ടും എക്സ്ക്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവർ വീണ്ടും സെയിം മിസ്റ്റേക്ക് ചെയ്യുന്നു, സെയിം എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ബിട്രയലാണ്. അതായത് നിങ്ങൾ ഇൻറ്റൻഷനലി തന്നെ ചതിക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാവാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അൺഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ സയൻസ് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ സയൻസ് കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കംഫർട്ടബിൾ പേസ്. അതായത് അധികം ധൃതിയൊന്നും പിടിക്കാണ്ട് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ട് സെയിം പേസിൽ പോകുക എന്നുള്ളത്. അപ്പോൾ ഒരു കിസ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ മാരേജിനായിരിക്കാം, ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനായിരിക്കാം, എന്തിനും അതിനെന്താ പറയുക ഒരു മ്യൂച്വലി ഓക്കെ ആവുന്ന ആ ഒരു പേസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത്. ഒന്നിനും ധൃതി പിടിക്കാറുണ്ട്, ജസ്റ്റ് ഇങ്ങനെ എല്ലാവർക്കും രണ്ടുപേർക്കും ഓക്കെ ആണോ എന്നുള്ളത്. ആ ഒരു കംഫർട്ടബിൾ പേസിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെന്നുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ഒന്നും വരുന്ന രീതിയിൽ അവരൊന്നും ചെയ്യില്ല, നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ ഒന്നും അവർ നിൽക്കില്ല എന്നുള്ള നമുക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസിനെയാണ് ആ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോണസ്റ്റിയാണ്. അവരെന്ത് വിചാരിക്കുന്നത് ടെൻഷൻ കൊണ്ട് കുറേ ആൾക്കാർ അവർ കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ പറ്റാറില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതിനൊക്കെ പകരമായിട്ട് അതിൽ നിന്നെല്ലാം തിരിച്ചിട്ട് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ളത്, അതിനെയാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഹോണസ്റ്റായിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ എന്താ പറയുക ഒരു സൈൻ ആണെന്നുള്ളത്. ആൻഡ് ഇൻഡിപെൻഡൻസ്, നിങ്ങൾക്ക് നിങ്ങളായി തന്നെ ഇരിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് തരുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അവരോട് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അവരെ പെർമിഷൻ വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബെറ്റർ ഹെൽത്തി റിലേഷൻഷിപ്പിലാണെന്നുള്ളത്. ആൻഡ് റെസ്പെക്റ്റ്, അതായത് നിങ്ങളുടെ ബിലീഫ്സിനും നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണോ എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വാലിറ്റി ആണ്. ലൈക്ക് ബോയ് ആണ്, നീയാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ള കൈൻഡ് ഓഫ് പൊട്ടൻ ചിന്തകൾക്ക് പകരമായിട്ട് രണ്ടുപേർക്കും ഓക്കെ ആയ രണ്ടുപേരും മ്യൂച്വലി ഡിസിഷൻസ് എടുക്കുന്നത്, അതായത് രണ്ടുപേർക്കും സെയിം എഫേർട്ട് സെയിം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു ഈക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൈൻഡ്നെസ്. അവരുമായിട്ട് നിങ്ങൾ കൈൻഡ് ആണോ, എംപത്തറ്റിക് ആണോ, കെയറിങ് ആണോ, അവർക്ക് വേണ്ട റെസ്പെക്റ്റും കെയറും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, അതാണ് കൈൻഡ്നെസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും തെറ്റ് അറിയാതെ ചെയ്തു പോയാൽ അതെൻ്റെ തെറ്റാണെന്ന് സ്വയം ഏറ്റെടുത്ത് അത് തിരുത്തുന്ന ആൾക്കാർ, അതായത് ചുമ്മാ അതിനെ മറ്റുള്ള ആൾക്കാരുടെ മേലിൽ ചാരിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരല്ല. അതായത് തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യണം, അത് എന്താ പറയുക, അത് ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിന് സോറി പറയുന്നു, അങ്ങനത്തെ ആൾക്കാരാണോ? അല്ലാണ്ട് ചില ആൾക്കാരുണ്ട് തെറ്റ് ചെയ്താൽ അത് ബാക്കിയുള്ളവരൊന്നും നെഞ്ചത്തിടും, അവർ കാരണമാണ് ഇവർ കാരണമെന്നെല്ലാം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ തെറ്റുണ്ടാൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലും മാത്രമല്ല, അത് എല്ലാ കാര്യത്തിലും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ഹെൽത്തി കോൺഫ്ലിക്റ്റ്. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ എന്താ പറയുക പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഓപ്പണായിട്ട് അതൊന്ന് സോൾവ് ചെയ്യുക എന്നുള്ളത്, അല്ലാണ്ട് വെറുതെ അടിപിടി കൂട്ടിയിട്ട് ലാസ്റ്റ് ബ്രേക്കപ്പിലേക്ക് പോകാണ്ടിരിക്കുക. അപ്പോൾ ഒരു ഹെൽത്തി കോൺഫ്ലിക്റ്റൊക്കെ എന്തായാലും നല്ലതാണെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൺ. അതായത് നിങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഹെൽത്തി സംഭവങ്ങളൊക്കെ എന്താ പറയുക ഒരു ഫൺ
നിങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവരോട് ട്രാവൽ ചെയ്യുക, അവരോട് ഫുഡ് കഴിക്കുക, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഫണ്ണിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. എന്തായാലും ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാവാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ വീണ്ടും പറയുകയാണ്, ഗോ എക്സ്പ്ലോർ ഇറ്റ്. ലവ് നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് തരും ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗ്രോ എന്നുള്ളതാണ്. ആൻഡ് ഇതുപോലെയുള്ള അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ആയി പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇതുപോലെയുള്ള ടിപ്സും മറ്റ് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റ് ലിസൺ ടു സ്റ്റോറീസ് വിത്ത് അക്ഷയ്. അതിൻ്റെ ഇടയിൽ ഒരു ഫ്രീ പ്രൊമോഷൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതുവരെ പറഞ്ഞിട്ട് ചെയ്യാൻ തോന്നുന്നല്ലേ. യെസ്, എനിക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. എന്താണ്, അക്ഷയ് സ്റ്റോറി ടെല്ലർ എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. മിക്കതും ലവ് അല്ലെങ്കിൽ ഡ്രീംസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കുക എന്നുള്ളത്. ഐ തിങ്ക് നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡ്, ഈ ഒരു സെക്കൻഡ് സീസണിലെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ടുള്ള ടൈം ആയെന്ന് തോന്നുന്നു. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.